പുരസ്കാരത്തിളക്കത്തിൽ മലയാളം. പ്രധാന വാർത്തകളാദ്യം. ബെസ്റ്റ് മലയാളം. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച ചിത്രം 12th ഫെയിൽ. മികച്ച നടി റാണി മുഖർജി. ഷാരൂഖ് ഖാനും വിക്രാന്ത് മാസിയും മികച്ച നടന്മാർ. മലയാളത്തിനും നേട്ടം. മികച്ച സഹനടി ഉർവശി, സഹനടൻ വിജയരാഘവൻ. മികച്ച മലയാള ചിത്രം ഉള്ളൊഴുക്ക്. മികച്ച എഡിറ്റർ മിഥുൻ മുരളി. മികച്ച വിവരണം എസ് ഹരികൃഷ്ണൻ. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായി. വിധി നാളെ. കേസന്വേഷണം ആദ്യഘട്ടത്തിലെന്ന സാങ്കേതിക വാദവുമായി പ്രോസിക്യൂഷൻ. കേസ് പരിഗണിച്ചത് ബിലാസ്പൂർ NIA കോടതി. റായ്പൂരിൽ കോൺഗ്രസ് പ്രതിഷേധം. ഞായർ തിങ്കൾ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് LDFന്റെ പ്രതിഷേധ സംഗമം. മാർ ആൻഡ്രൂസ് താഴത്തിനെ കണ്ട് രാജീവ് ചന്ദ്രശേഖർ. സർക്കാരിനോട് വിട്ടുവീഴ്ചയില്ലാതെ ഗവർണർ. താൽക്കാലിക VC നിയമനത്തിൽ സർക്കാർ പാനൽ തള്ളി. സിസ തോമസ് വീണ്ടും ഡിജിറ്റൽ സർവകലാശാല VC. ശിവപ്രസാദ് KTU VC. താൽക്കാലിക VC നിയമനം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഗവർണർക്ക് വീണ്ടും മുഖ്യമന്ത്രിയുടെ കത്ത്. നിയമന നടപടി സുപ്രീം കോടതി വിധിയുടെ ലംഘനമെന്ന് മന്ത്രി R ബിന്ദു. ഗവർണറുടെ സമവായ ചർച്ച ബഹിഷ്കരിച്ചേക്കും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഉപകരണക്ഷാമത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയ ഡോക്ടർ ഹാരിസിന് കുടുക്കാൻ നീക്കം. യൂറോളജി വിഭാഗത്തിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ കാണാതായെന്ന് മന്ത്രി വീണ ജോർജ്. ഉപകരണങ്ങളെല്ലാം ആശുപത്രിയിൽ ഉണ്ടെന്ന് ഡോക്ടർ ഹാരിസ്. സത്യം പറഞ്ഞ ഡോക്ടറെ ക്രൂശിക്കുന്നുവെന്ന് VD സതീശൻ. കാരണം കാണിക്കൽ നോട്ടീസിൽ വികാരാധീനനായി ഡോക്ടർ ഹാരിസ്. കോതമംഗലത്ത് വിഷമുള്ളിൽ ചെന്ന് യുവാവ് മരിച്ച സംഭവത്തിൽ പെൺസുഹൃത്ത് പോലീസ് കസ്റ്റഡിയിൽ. അൻസിലിന് വിഷം നൽകി കൊലപ്പെടുത്തുമെന്ന് പെൺകുട്ടി ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്ന് ബന്ധുക്കൾ. ഇരുവരും തമ്മിൽ സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നതായും ആരോപണം. 2023 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ജവാൻ എന്ന സിനിമയിലെ അഭിനയത്തിന് ഷാരൂഖ് ഖാനും 12th ഫെയിലിലെ മികച്ച പ്രകടനത്തിലൂടെ വിക്രാന്ത് മാസിയും മികച്ച നടന്മാരായി. മികച്ച നടി റാണി മുഖർജി. മിസിസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന ചിത്രത്തിലെ പ്രകടനമാണ് റാണി മുഖർജിയെ പുരസ്കാരത്തിന് അർഹയാക്കിയത്. മികച്ച സഹനടിക്കുള്ള പുരസ്കാരം ഉള്ളൊഴുക്കിലെ അഭിനയത്തിന് ഉർവശി സ്വന്തമാക്കി. പൂക്കാലം എന്ന ചിത്രത്തിലെ അഭിനയത്തിലൂടെ വിജയരാഘവൻ മികച്ച സഹനടനുള്ള ദേശീയ പുരസ്കാരവും സ്വന്തമാക്കി. മികച്ച മലയാള ചിത്രത്തിനുള്ള പുരസ്കാരം ക്രിസ്റ്റോ ടോമി സംവിധാനം ചെയ്ത ഉള്ളൊഴുക്കിനാണ്. 12th ഫെയിലാണ് മികച്ച ചിത്രം. ദ കേരള സ്റ്റോറി എന്ന ചിത്രം സംവിധാനം ചെയ്ത സുദീപ്തോ സെന്നാണ് മികച്ച സംവിധായകൻ. പൂക്കാലം എന്ന ചിത്രം എഡിറ്റ് ചെയ്ത മിഥുൻ മുരളി മികച്ച എഡിറ്ററായി. നോൺ ഫീച്ചർ വിഭാഗത്തിൽ MK രാംദാസിന് പ്രത്യേക പരാമർശം ലഭിച്ചു. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയിൽ ബിലാസ്പൂർ NIA കോടതി നാളെ വിധി പറയും. ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായി. കേസ് അന്വേഷണം ആദ്യഘട്ടത്തിലെന്ന് പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ചാണ് 2 കന്യാസ്ത്രീകളെ റെയിൽവേ പോലീസ് ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്തത്. കന്യാസ്ത്രീമാരുടെ ജാമ്യ ഹർജിയിൽ NIA കോടതിയിൽ വിശദമായ വാദമാണ് നടന്നത്. രാവിലെ കേസ് പരിഗണിച്ചപ്പോൾ കേസ് ഡയറി ഹാജരാക്കാൻ കോടതി പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. പരസ്യമായ എതിർപ്പ് കോടതിയിൽ ഉന്നയിച്ചില്ലെങ്കിലും കേസന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. കേസ് ഡയറി പരിശോധിച്ച ശേഷമാണ് കോടതി ജാമ്യാപേക്ഷയിൽ വിധി പറയാൻ നാളത്തേക്ക് മാറ്റിയത്. ഛത്തീസ്ഗഡ് മുൻ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ അമൃതോദാസ് ആണ് കന്യാസ്ത്രീകൾക്കായി ഹാജരായത്. പ്രോസിക്യൂഷൻ അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചതെന്നും നാളെ ജാമ്യം ലഭിക്കുമെന്നും NIA കോടതിയിലെത്തിയ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി വ്യക്തമാക്കി. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ജാമ്യാപേക്ഷയെ ഛത്തീസ്ഗഡ് സർക്കാർ എതിർക്കില്ലെന്ന് അമിത്ഷാ നേരത്തെ ഉറപ്പു നൽകിയിരുന്നു. നാളെ ജാമ്യം ലഭിച്ചാൽ കന്യാസ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. അറസ്റ്റിലായ സിസ്റ്റർ വന്ദന ഫ്രാൻസിസും പ്രീതി മേരിയും ദുർഗ് സെൻട്രൽ ജയിലിൽ ഒരാഴ്ചയായി തുടരുകയാണ്. കൊടിക്കുന്നിൽ സുരേഷ്, ആന്റോ ആന്റണി, രാജ്മോഹൻ ഉണ്ണിത്താൻ, ഹൈബി ഈഡൻ, ഡീൻ കുര്യാക്കോസ് തുടങ്ങിയ UDF MPമാർ ദുർഗിലെത്തിയിട്ടുണ്ട്. ജാമ്യം ലഭിക്കുന്നതുവരെ ദുർഗിൽ തുടരുമെന്ന നിലപാടിലാണ് കോൺഗ്രസ് MPമാർ. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. BJP രാഷ്ട്രീയ നാടകം കളിക്കുകയാണെന്ന് KC വേണുഗോപാൽ MP. അറസ്റ്റ് ചെയ്യപ്പെട്ട ആദ്യ ദിവസം തന്നെ കന്യാസ്ത്രീകൾക്ക് ന്യായമായ ജാമ്യത്തിന് അർഹതയുണ്ടായിരുന്നു. അത് നിഷേധിച്ചത് BJP ഭരണകൂടമാണ്. കേന്ദ്ര സർക്കാരിന് ആത്മാർത്ഥതയുണ്ടായിരുന്നുവെങ്കിൽ മനുഷ്യക്കടത്ത്, മതപരിവർത്തനം പോലുള്ള വകുപ്പുകൾ ഒഴിവാക്കാൻ ഛത്തീസ്ഗഡ് സർക്കാരിനോട് ആവശ്യപ്പെടാത്തത് എന്തുകൊണ്ടാണെന്നും അദ്ദേഹം ചോദിച്ചു. ബേസിക്കലായി സംഘപരിവാറിന്റെയും RSSന്റെയും DNA എന്ന് പറയുന്നത് അത് ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ളതാണ്, ശക്തമായിട്ടുള്ളതാണ്. അവർ എത്രയോ വർഷങ്ങളായിട്ട് ഇപ്പോൾ ഛത്തീസ്ഗഡിലെ സംഭവം മാത്രമല്ലല്ലോ,
ഒഡീസയിൽ നടന്നത് എന്താണ്? 90 വയസ്സുള്ള അച്ഛനെയല്ലേ ഭീകരമായി ആക്രമിച്ചത് കഴിഞ്ഞ 2 മാസം മുമ്പ്. ഇപ്പോഴും അച്ഛൻ സുഖം പ്രാപിച്ചിട്ടില്ലല്ലോ. മധ്യപ്രദേശിൽ നടക്കുന്നത് എന്താണ്? BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എല്ലായിടത്തും ഇത് നടത്തുകയാണ്. മാത്രമല്ല, ഇത് എത്ര ഗുരുതരമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പാർലമെന്റിൽ ചർച്ചയിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഛത്തീസ്ഗഡിൽ നിന്നുള്ള MP-മാർ, BJP MP-മാരുടെ പ്രസംഗം എന്തായിരുന്നു? ഞങ്ങളിത് വിടുന്ന പ്രശ്നമില്ല. അത്രയും ഞാൻ പറയാം, അത് എനിക്ക് തന്നെ പറയാൻ മടിയാണ് അവർ പറഞ്ഞ പ്രകോപനപരമായ ഭാഷ. അത്രയും പ്രകോപനപരമായ ഭാഷയിൽ BJP MP-മാർ സംസാരിക്കുന്നത് അവരുടെ പാർട്ടിയുടെ അനുമതി ഇല്ലാതെയാണോ? BJP മുഖ്യമന്ത്രി അത് ബജരംഗ് ദളിൻ്റെ അതേ ഭാഷയിൽ സംസാരിക്കുന്നത് പാർട്ടിയുടെ അനുമതി ഇല്ലാതെയാണോ? അവർ തീർച്ചയായിട്ടും പാർട്ടിയുടെ അനുവാദത്തോടുകയാണ് ഇത് കേരള KTU ഡിജിറ്റൽ സർവകലാശാലകളിൽ സർക്കാർ നൽകിയ പാനൽ തള്ളി താൽക്കാലിക VC-മാരെ ഗവർണർ നിയമിച്ചു. ഡിജിറ്റൽ സർവകലാശാലയിൽ ഡോക്ടർ സിസ തോമസിനെയും സാങ്കേതിക സർവകലാശാലയിൽ ഡോക്ടർ ശിവപ്രസാദിനെയും താൽക്കാലിക VC-മാരായി 6 മാസത്തേക്കാണ് നിയമിച്ചത്. അതേസമയം താൽക്കാലിക VC നിയമനം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഗവർണർക്ക് മുഖ്യമന്ത്രി വീണ്ടും കത്ത് നൽകി. കേരള സർവകലാശാല തർക്കത്തിൽ പ്രതികരണവുമായി മന്ത്രി R. ബിന്ദു. സർക്കാരുമായി ആലോചിച്ച് വേണം VC നിയമനം നടത്താനെന്ന് കോടതികൾ വിധിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഗവർണർ ഏകപക്ഷീയമായി നിയമനം നടത്തി. ചട്ടം ലംഘിച്ചും കോടതി വിധിയെ കാറ്റിൽ പറത്തിയുമാണ് നിയമനം. ചാൻസലർ ജനാധിപത്യ മര്യാദ പുലർത്തണമെന്നും മന്ത്രി പറഞ്ഞു. താൽക്കാലിക VC സംബന്ധിച്ച് ഗവൺമെൻറ്റുമായി ആലോചിച്ച് വേണം ചെയ്യാനെന്നുള്ളത് ഹൈക്കോടതിയിലെ 2 ബെഞ്ചുകളും സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും വിധിച്ചിട്ടുള്ളതാണ്. അതിന്മേൽ അപ്പീലുമായിട്ട് സുപ്രീം കോടതിയിൽ പോയി ഗവർണർ. സുപ്രീം കോടതി വിധിയും വളരെ കൃത്യമായിട്ട് തന്നെ 2 ആക്ടിലെയും വ്യവസ്ഥകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഗവൺമെൻറ്റുമായി ആലോചിച്ച് വേണം ചെയ്യാനെന്ന് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. വീണ്ടും ഏകപക്ഷീയമായിട്ട് ഗവർണർ ഒരു നിയമനം നടത്തിയിരിക്കുകയാണ്. നിലവിലുള്ള ഏതെങ്കിലും യൂണിവേഴ്സിറ്റികളുടെ വൈസ് ചാൻസലർമാരെയോ അതല്ലെങ്കിൽ പ്രോ VC-യെയോ അതുമല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ റെക്കമെൻഡേഷൻ അനുസരിച്ച് ഗവൺമെൻറ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ച് ആണ് ചെയ്യേണ്ടത് എന്ന് വളരെ വ്യക്തമായി ആക്റ്റിൽ പറയുന്നുണ്ട്. ആക്റ്റിൽ പറയുന്ന കാര്യങ്ങളെയും കോടതി വിധികളെയും ഒക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് കോടതി വിധിയെ ശരിയായ രീതിയിലല്ലാതെ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ നിയമനം നടന്നിട്ടുള്ളത്. താൽക്കാലിക VC നിയമനത്തിൽ സുപ്രീം കോടതി വിധിയെ വെല്ലുവിളിക്കുന്ന നടപടിയാണ് ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് നിയമമന്ത്രി P. രാജീവ്. കോടതി വിധിയുടെ അന്തസ്സത്തെ നിരാകരിക്കുകയും തള്ളിക്കളയുകയാണ് ഗവർണർ ചെയ്തത്. സുപ്രീം കോടതി വിധിയുടെ അന്തസ്സത്തയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് സർവകലാശാല വിഷയം പരിഹരിക്കാനായി നിയമമന്ത്രിയെയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെയും ചുമതലപ്പെടുത്തി മുഖ്യമന്ത്രി ഗവർണർക്ക് കത്ത് നൽകിയിരുന്നു. ഈ കത്ത് തള്ളിയാണ് ഗവർണർ സ്വന്തം നിലയിൽ തീരുമാനമെടുത്തതെന്നും മന്ത്രി വിമർശിച്ചു. അല്ല, സർക്കാരിൻ്റെ പാനൽ തള്ളി എന്ന് പറയുന്നതിനേക്കാളും സുപ്രീം കോടതി വിധിയെ അതിൻ്റെ അന്തസ്സത്തെയും ചാൻസലർ പൂർണ്ണമായിട്ടും വെല്ലുവിളിച്ചിരിക്കുകയാണ്. സർക്കാരിൻ്റെ പാനലിൽ നിന്നല്ല താൽക്കാലിക വൈസ് ചാൻസലർ നിയമിച്ചു എന്നതുകൊണ്ടാണ്, അത് ശരിവെച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ സുപ്രീം കോടതി ഈ വിധിക്കകത്ത് പറഞ്ഞിരിക്കുന്നത് ഗവർണർക്ക് ചാൻസലർക്ക് വയ്ക്കാം, പക്ഷേ അത് നിയമത്തിനനുസരിച്ചായിരിക്കണം. ഇവിടെ ആ സുപ്രീം കോടതി വിധിയെ പരസ്യമായി ചാൻസലർ വെല്ലുവിളിച്ചിരിക്കുന്നു. എന്ന് മാത്രമല്ല, ഈ വിധിയുടെ അന്തസ്സത്ത് എന്താ? യഥാർത്ഥത്തിൽ സുപ്രീം കോടതി പരിശോധിച്ചിരിക്കുന്നത് ഈ താൽക്കാലിക വൈസ് ചാൻസലർ നിയമനം എന്നതിനേക്കാളൊപ്പം തന്നെ അല്ലെങ്കിൽ അതിനേക്കാളും ഗൗരവത്തോടു കൂടി സുപ്രീം കോടതി പരിശോധിച്ചത് കുട്ടികളുടെ ഭാവിയെ ബാധിക്കുന്ന വിഷയം യൂണിവേഴ്സിറ്റികളിൽ തർക്കം മൂലം ഉണ്ടാകുന്നു. അതുകൊണ്ട് 2 അറ്റോർണിയും ചാൻസലർക്ക് വേണ്ടി ഹാജരായ വക്കീലിനോടും ഗവൺമെൻറ്റിന് വേണ്ടി അവിടെ ഹാജരായ വക്കീലിനോടും ചാൻസലറും ഗവൺമെൻറ്റും തമ്മിൽ ചർച്ച നടത്തി ഒരു കൺസെൻസസ് ഉണ്ടാക്കി തുടർ നടപടികളിലേക്ക് പോകണം എന്നുള്ളതാണ്. കാരണം കാണിക്കൽ നോട്ടീസിന് പിന്നാലെ ഡോക്ടർ ഹാരിസിനെ വെട്ടിലാക്കുന്ന പുതിയ ആരോപണവുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗത്തിലെ ഓസിലോസ്കോപ്പ് കാണാതായി എന്ന് വിദഗ്ധ സമിതി കണ്ടെത്തിയെന്ന് മന്ത്രി അറിയിച്ചു. ഹാരിസിന് നൽകിയ കാരണം കാണിക്കൽ നോട്ടീസ് നടപടിക്രമങ്ങളുടെ ഭാഗം മാത്രമാണെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം വിദഗ്ധ സമിതി റിപ്പോർട്ടിനെക്കുറിച്ച് തനിക്ക് അറിയില്ല എന്ന് ഡോക്ടർ വ്യക്തമാക്കി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പരിമിതികളെക്കുറിച്ച് പ്രതികരിച്ച ഡോക്ടർ ഹാരിസിനെതിരെയാണ് ഓപ്പറേഷൻ നടക്കാത്തതിന്റെ കുറ്റങ്ങൾ ആരോപിച്ചുകൊണ്ട് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. എന്നാൽ ഇതിന് കാരണമായി പറയുന്ന വിദഗ്ധ സമിതി റിപ്പോർട്ടിനെ കുറിച്ച് തനിക്കറിയില്ലെന്ന് ഡോക്ടർ ഹാരിസ് പ്രതികരിച്ചു. നിലവിൽ തന്റെ വകുപ്പിലെ രീതികളെക്കുറിച്ചും അദ്ദേഹം വികാരാധീനനായാണ് പ്രതികരിച്ചത്. ഈ കത്തടിക്കാനുള്ള പേപ്പർ വരെ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിക്കണം, അത്രയും വലിയ ഗതികേടാണ്.
എനിക്ക് സ്വന്തമായിട്ട് ഓഫീസില്ല, എനിക്ക് സ്വന്തമായിട്ട് സ്റ്റാഫില്ല, എനിക്ക് സ്വന്തമായിട്ട് ഒരു പ്രിൻറ്റിംഗ് മെഷീൻ പോലും ഇല്ല. ഒരു പേഷ്യൻറ്റിൻ്റെ ജീവൻ രക്ഷിക്കാനുള്ള രക്ഷാ മാർഗ്ഗങ്ങളാണ്, ജീവൻ രക്ഷിക്കാനുള്ള, ജീവിതത്തിലേക്ക് അവർ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ഉപകരണമാണ്. ഒരു പൗരൻ്റെ ജീവിതത്തിനെ സാമ്പത്തിക പ്രതിസന്ധി ഒരു കാരണവശാലും അഫക്റ്റ് ചെയ്യാൻ പാടില്ല. ശസ്ത്രക്രിയ ഉപകരണം വേണമെന്ന് കാണിച്ച് ഡോക്ടർ ഹാരിസ് മെഡിക്കൽ കോളേജിലെ അധികൃതർക്ക് നൽകിയ 2 കത്തുകളും ഇതിനോടകം തന്നെ പുറത്തായി. മാർച്ച്, ജൂൺ മാസങ്ങളിലാണ് പ്രോബ് ആവശ്യപ്പെട്ടുകൊണ്ട് ഹാരിസ് കത്തു നൽകിയത്. അതേസമയം ഡോക്ടർ ഹാരിസിനെതിരെയുള്ള കാരണം കാണിക്കൽ നോട്ടീസ് പെരുമാറ്റച്ചട്ടത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സ്വാഭാവിക നടപടി മാത്രമാണെന്നാണ് മന്ത്രി വീണ ജോർജ് പ്രതികരിച്ചത്. കൂടാതെ ഡോക്ടർ ഹാരിസിനെ വെട്ടിലാക്കുന്ന പുതിയ ആരോപണവും മന്ത്രി ഉയർത്തി. ഹാരിസ് മേധാവിയായ യൂറോളജി വകുപ്പിലെ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ കാണാതായതായി ഉപസമിതി കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് മന്ത്രിയുടെ പുതിയ വെളിപ്പെടുത്തൽ. വകുപ്പ് തല അന്വേഷണത്തിൽ കാര്യങ്ങൾ കണ്ടെത്താനായില്ലെങ്കിൽ അന്വേഷണം പോലീസിന് കൈമാറുമെന്നും മന്ത്രി വ്യക്തമാക്കി. സർക്കാർ ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റ ചട്ട 1960 ലംഘനം ഉണ്ടായി എന്നുള്ള സമിതിയുടെ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലുള്ള സ്വാഭാവികമായിട്ടുള്ള, അത് ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലുള്ള ഒരു നടപടിക്രമം മാത്രമാണത്. തിരുവനന്തപുരത്ത് MP-യുടെ ഫണ്ടിൽ നിന്ന് വാങ്ങിച്ച ഒരു ഉപകരണത്തിൻ്റെ ഒരു ഭാഗം കാണുന്നില്ല എന്നുള്ളത് ഈ അന്വേഷണ സമിതി കണ്ടെത്തി. അപ്പോൾ അതിന് മുൻപ് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ല, കാരണം അതൊരു കളവ് പോയി എന്നുള്ളതാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തല അന്വേഷണം കൂടി നടത്തിയിട്ട് എന്താണ് അതിൻ്റെ റിപ്പോർട്ടെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഫർദർ ആയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. എന്നാൽ ഡോക്ടർക്കെതിരെയുള്ള ആരോഗ്യമന്ത്രിയുടെയും വകുപ്പിന്റെയും ഇടപെടലുകൾക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ശസ്ത്രക്രിയാ ഉപകരണം കാണാതായിട്ടില്ല എന്ന് ഡോക്ടർ ഹാരിസ് ചിറക്കൽ. ആരോഗ്യമന്ത്രി അങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്നറിയില്ല. ഉപകരണങ്ങൾ കാണാതായെന്ന് വിദഗ്ധ സംഘം പറയാനിടയില്ലെന്നും ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ഉപകരണം കാണാതായിട്ടൊന്നുമില്ല. അവിടെ ഉപകരണം കാണാതായ ഉപകരണങ്ങളൊന്നുമില്ല. ഇല്ല, അങ്ങനെ ഉപകരണ ഭാഗങ്ങളും കാണാതായിട്ടൊന്നുമില്ല. ഇല്ലില്ല, മോസ്റ്റിലോസ്കോപ്പ് ഉൾപ്പെടെയുള്ള എല്ലാ ഉപകരണങ്ങളും അവിടെ ഉണ്ട്. വിദഗ്ധ സമിതിക്ക് അങ്ങനെ അത് മുഴുവൻ നോക്കാനുള്ള സമയമൊന്നും അവർക്ക് കിട്ടി. വാർത്ത കേട്ടില്ല. ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലായിരുന്നു. ഇതൊന്നും കാണാനുള്ള സമയമേ കിട്ടിയില്ല. പിന്നെ എന്താണത്, എന്ത് പശ്ചാത്തലത്തിലാണെന്ന് പറഞ്ഞതെന്നുള്ളത് നോക്കിയാലേ എനിക്ക് അതിൻ്റെ എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. ആരോഗ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വീണ ജോർജ് ഓരോ സമയത്തും ഓരോ നിലപാടാണ് സ്വീകരിക്കുന്നത്. ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ പോലെ സത്യസന്ധനായ ഒരു ഡോക്ടറെ പീഡിപ്പിക്കുന്ന നടപടിയാണ് ഉണ്ടായത്. പാവപ്പെട്ട ഡോക്ടറുടെ മീതെ മോഷണക്കുറ്റം ചുമത്തി രക്ഷപ്പെടാനാണ് ആരോഗ്യവകുപ്പ് ശ്രമിക്കുന്നതെന്നും VD സതീശൻ പറഞ്ഞു. വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും മന്ത്രിയുടെ ഭാഗത്തു നിന്നും പറഞ്ഞ വാക്കിന് ഒരു വിലയില്ലാത്ത രീതിയിലുള്ള സമീപനമാണ് ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. എപ്പോഴും നിലപാടിനെ കുറിച്ച് സംസാരിക്കുന്ന ആരോഗ്യമന്ത്രി ആദ്യം എടുത്ത നിലപാട് ഡോക്ടർ ഹാരിസിനെതിരായിട്ടാണ്. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ അന്തരീക്ഷം മാറുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ നേരെ നിലപാട് മാറ്റി ഡോക്ടർ ഹാരിസിനെ ചേർത്ത് പിടിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ചേർത്ത് പിടിക്കുന്നതാണ് ഇപ്പോൾ കണ്ടത്. അദ്ദേഹത്തിന് മെമ്മോ അയച്ചിരിക്കുകയാണ്. അദ്ദേഹത്തെ കുറ്റക്കാരനാക്കി, അദ്ദേഹം വലിയ കുറ്റകൃത്യം ചെയ്തു എന്നുള്ള മട്ടിൽ അദ്ദേഹത്തിൻ്റെ തലയിൽ ഇത് മുഴുവൻ കെട്ടിവെക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ട്. ഈ സർക്കാരിൻ്റെ നിലപാടില്ലായ്മയാണ് അതിലൂടെ വ്യക്തമാകുന്നത്. പാർട്ടി പ്രവർത്തകർക്ക് താക്കീതുമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. മാധ്യമങ്ങൾക്ക് ചോർത്തിക്കൊടുക്കുന്ന കമ്മ്യൂണിസം വേണ്ട. അത്തരക്കാർ ആരോ ഇതിനകത്തുണ്ട്. മാധ്യമങ്ങൾക്ക് വാർത്ത ചോർത്തി നൽകുന്നത് പാർട്ടി വിരുദ്ധ നടപടിയാണ്. സ്ഥാനമാനങ്ങൾ ആഗ്രഹിച്ചവരാണ് പാർട്ടിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിവിട്ട് പോകുന്നതെന്നും CPI കൊല്ലം ജില്ലാ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് ബിനോയ് വിശ്വം പറഞ്ഞു. അറിഞ്ഞാലും അറിയാതെയായാലും വള്ളി പുള്ളി മാറാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചർച്ചകളെല്ലാം എന്തുകൊണ്ട് പുറത്തേക്ക് പോകുന്നു? ആരോ ഉണ്ട് ഇതിനകത്ത്, ആരോ ഉണ്ട്. തീർച്ചയായിട്ടും പാർട്ടി പുത്രങ്ങളല്ല. പുത്രങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയില്ല. സ്വന്തം പാർട്ടിയുടെ കാര്യങ്ങൾ, പാർട്ടിക്കകത്തുള്ള കാര്യങ്ങൾ, ചർച്ചകൾ വെളുപ്പും തമ്മിലും വെച്ച് ചിലപ്പോൾ പച്ചക്കള്ളമാക്കി മാറ്റി മാധ്യമങ്ങളുടെ പ്രീതിക്ക് വേണ്ടി ചോർത്തുന്ന പരിപാടി, അത് പാർട്ടി വിരുദ്ധ പരിപാടിയാണ്. ആ പരിപാടിയുടെ സ്ഥലമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർട്ടി മൊത്തത്തിൻ്റെ പാർട്ടിയാണ്. DCC ജനറൽ സെക്രട്ടറിക്കെതിരെ തട്ടിപ്പ് കേസ്. തൃശൂർ DCC ജനറൽ സെക്രട്ടറി അഷ്റഫിനെതിരെയാണ് മാള പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. മാള ഗവൺമെന്റ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ആശാ സേവ്യർ നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി. സ്ഥലം വിൽക്കാനുണ്ട് എന്ന പേരിൽ ഇടനിലക്കാരൻ വഴി സമീപിച്ച അഷ്റഫ് 20 ലക്ഷം രൂപ തട്ടിയെടുത്തതായാണ് പരാതി. 25 ലക്ഷം രൂപ കൈമാറിയെങ്കിലും സ്ഥലം നൽകാൻ തയ്യാറായില്ല. പരാതി ഉന്നയിച്ചതിനെ തുടർന്ന് 5 ലക്ഷം രൂപ മടക്കി നൽകിയ അഷ്റഫ് ബാക്കി തുക നൽകാതെ കബളിപ്പിക്കുകയായിരുന്നുവെന്നാണ് ഡോക്ടറുടെ പരാതി. വയനാട് ദുരന്ത ബാധിതരുടെ വായ്പ എഴുതി തള്ളുന്നതിൽ തീരുമാനമായില്ലെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. ഇക്കാര്യത്തിൽ കേന്ദ്രത്തിന് സംസ്ഥാനത്തെ മാതൃകയാക്കിക്കൂടെയെന്ന് കോടതിയുടെ മറുചോദ്യം.
വായ്പ എഴുതിത്തള്ളാനാവില്ലെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്ന കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയുടെ നിരന്തര ഇടപെടലുകളെ തുടർന്നാണ് വിഷയം പഠിച്ച് പരിഹരിക്കാൻ ശ്രമിക്കുമെന്നെങ്കിലും കോടതിയെ അറിയിച്ചത്. അതിനായി പ്രത്യേക സമിതി രൂപീകരിക്കുമെന്നും കോടതിയെ അറിയിച്ചിരുന്നു. വീടും സ്ഥലവും നഷ്ടപ്പെട്ട ദുരന്തബാധിതർക്ക് ജപ്തി ഭീഷണിയും കൂടി താങ്ങാനാവില്ലെന്നും കേന്ദ്ര സർക്കാർ കഴിയാവുന്ന എല്ലാ സഹായങ്ങളും ചെയ്യണമെന്നുമാണ് കോടതിയുടെ നിലപാട്. തീരുമാനമെടുക്കേണ്ടത് സർക്കാരാണ്. കോതമംഗലത്ത് യുവാവിനെ പെൺസുഹൃത്ത് വിഷം കൊടുത്തു കൊന്നു. മാതിരപ്പള്ളി സ്വദേശി അൻസിലാണ് മരിച്ചത്. പെൺസുഹൃത്ത് കുറ്റം സമ്മതിച്ചതായി പോലീസ് പറഞ്ഞു. ഇന്നലെ രാത്രിയാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന അൻസിൽ മരിച്ചത്. കോതമംഗലം മാതിരപ്പള്ളി സ്വദേശി അൻസിലാണ് ഇന്നലെ വൈകിട്ട് ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ മരിച്ചത്. ബുധനാഴ്ച പുലർച്ചെയാണ് വിഷമുള്ളിൽ ചെന്ന അവശനിലയിൽ അൻസിലിനെ ആശുപത്രിയിൽ എത്തിച്ചത്. പെൺസുഹൃത്തിന്റെ വീടിന് സമീപം അൻസിലിനെ അവശനായി പോലീസ് കണ്ടെത്തുകയായിരുന്നു. പെൺസുഹൃത്ത് വിഷം നൽകിയതായി അൻസിൽ ഡോക്ടറോട് വെളിപ്പെടുത്തിയിരുന്നു. ഇരുവരും തമ്മിൽ അടുപ്പവും സാമ്പത്തിക ഇടപാടുകളും ഉണ്ടായിരുന്നുവെന്ന് അൻസിലിന്റെ ബന്ധുക്കൾ പറഞ്ഞു. അൻസിലിന് വിഷം നൽകി കൊല്ലുമെന്ന പെൺസുഹൃത്ത് നേരത്തെ ഭീഷണിപ്പെടുത്തിയിരുന്നതായും ബന്ധുക്കൾ വ്യക്തമാക്കി. ഇതിനു മുമ്പ് ഈ വിഷം കൊടുത്ത പെണ്ണ് എൻ്റെ പെങ്ങളുടെ എടുത്ത് കൊടുക്കും, നിൻ്റെ ചെറുക്കൻ വിഷം കൊന്നു കളയുമെന്ന് പറഞ്ഞു. ഇവരും പൈസയുടെ സാമ്പത്തിക ഇതൊക്കെ ഉണ്ട് എന്നൊക്കെയാണെന്ന് നമുക്ക് തന്നെ അറിയാൻ പാടുന്നത്. സാമ്പത്തിക ഇടപാട് കഴിഞ്ഞ അതിന് ഒരു മാസം മുമ്പ് ഇവരും എന്ത് വാക്കർക്കം ഉണ്ടായി കോതമംഗലം സ്റ്റേഷനിൽ വന്ന് മധ്യസ്ഥ പറഞ്ഞ് വിട്ടേക്കണത്. പോലീസ് ചോദ്യം ചെയ്യലിൽ അൻസിലിന് കളനാശിനി നൽകിയതായി പെൺസുഹൃത്ത് സമ്മതിച്ചു. വിഷം ഉള്ളിൽ ചെന്നിട്ടുള്ള മരണമാണ്. ആള് കൺഫ്യൂസ് ചെയ്തിട്ടുണ്ട്. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. അമൃത ന്യൂസ്, കൊച്ചി. മാമി കേസ് അട്ടിമറിക്കുന്നതിന് പിന്നിൽ ഉന്നതരെന്ന് PV അൻവർ. ഇപ്പോൾ ഉദ്യോഗസ്ഥർക്കെതിരെ പ്രഖ്യാപിച്ച അന്വേഷണം കണ്ണിൽ പൊടിയിടാനാണ്. എക്സൈസിലേക്ക് മാറ്റിയെങ്കിലും പോലീസിനെ നിയന്ത്രിക്കുന്നത് MR അജിത് കുമാർ തന്നെയാണ്. ഈ ഭരണമുള്ളിടത്തോളം കാലം മാമി കേസ് തെളിയില്ല എന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. മാമി കേസ് തെളിയാൻ പോകുന്നില്ല എന്ന് ആവർത്തിച്ച് ഞാൻ അന്ന് പറഞ്ഞിരുന്ന ഇതൊരു പ്രീ പ്ലാൻഡ് ആയിരുന്നു. പോലീസിന് ഇൻഫർമേഷൻ മാമിയെ തട്ടിക്കൊണ്ടുപോയി ഇല്ലാതാക്കിയവര് സമൂഹത്തിലെ വൻ ശക്തിയാണെന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥന് വെളിപാട് വന്നുകൊണ്ട് അന്ന് ഈ പറയുന്ന നടക്കാവ് പോലീസിൽ വീഴ്ച വന്നിട്ടുണ്ട്, നടപടി സ്വീകരിക്കണം എന്ന് പറയാണ്. ഇതൊക്കെ കണ്ണിൽ പൊടിയിടാനാണ്. ഈ ഒരു SHO ലെവലില് ഈ കേസ് ഒതുക്കാൻ നോക്കുകയാണ്. ഒരു കള്ളത്തരത്തിനപ്പുറം ഇതിൽ ഒരു സത്യസന്ധതയില്ല. ഞാൻ അന്ന് പറഞ്ഞതുപോലെ തന്നെ മാമി തിരോധാനം തെളിയിക്കപ്പെട്ടാൽ ഇവിടെ കുടുങ്ങാൻ പോകുന്നത് പോലീസിലെയും സമൂഹത്തിലെയും വളരെ ഉത്തരവാദിത്തപ്പെട്ട ഉന്നതരായിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് ഇത് തെളിയാൻ പോകുന്നില്ല. ഈ ഗവൺമെന്റ് അധികാരത്തിൽ ഇരിക്കുന്നിടത്തോളം തെളിയാൻ പോകുന്നില്ല. ഇനി വരാനിരിക്കുന്ന ഗവൺമെന്റിനെ ഈ പറഞ്ഞ വ്യക്തികൾ എങ്ങനെയൊക്കെ സ്വാധീനിക്കുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും മാമിക്കും മാമിയുടെ കുടുംബത്തിനും ഉണ്ടായ ഈ നഷ്ടത്തിനും ഈ ദുഃഖത്തിനും ഒരു പരിഹാരവും ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല. കൊലപാതക കേസിൽ അഭിഭാഷകന് ജീവപര്യന്തം ശിക്ഷ. ആലപ്പുഴ മണ്ണഞ്ചേരി പഞ്ചായത്ത് 1-ാം വാർഡ് വരക്കാടിവെളി കോളനി സ്വദേശി മഹേഷിനെയാണ് ആലപ്പുഴ അഡീഷണൽ ജില്ലാ കോടതി ഇരട്ട ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചത്. മഹേഷിന്റെ ബന്ധുവായ മണ്ണഞ്ചേരി വരകാടിവെളി കോളനി സുദർശനെ കൊലപ്പെടുത്തിയ കേസിലാണ് വിധി. 2020 ഒക്ടോബർ 29-നാണ് കേസിനാസ്പദമായ സംഭവം. പ്രമുഖ സാഹിത്യ നിരൂപകനും പ്രഭാഷകനുമായ പ്രൊഫസർ MK സാനുവിനെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞയാഴ്ച വീട്ടിൽ തെന്നിവീണ് പരിക്കേറ്റതിനെ തുടർന്ന് സാനുമാഷിനെ കൊച്ചി അമൃത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയിരുന്നു. പിന്നീട് ശ്വാസതടസ്സവും മറ്റു ബുദ്ധിമുട്ടുകളും അനുഭവപ്പെട്ടതിനെ തുടർന്ന് തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നുവെന്ന് ആശുപത്രി അറിയിച്ചു. കോട്ടയം ഏറ്റുമാനൂർ സ്വദേശിനി ജെയിനമ്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട കേസിൽ റിമാൻഡിലായിരുന്ന പ്രതി സെബാസ്റ്റ്യനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. 8 ദിവസത്തേക്കാണ് പ്രതിയെ ഏറ്റുമാനൂർ മജിസ്ട്രേറ്റ് കോടതി കസ്റ്റഡിയിൽ വിട്ടത്. മുമ്പ് പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിനോട് പ്രതി സഹകരിച്ചിരുന്നില്ല. ജെയിനമ്മയുടെ സ്വർണത്തിന്റെ ഒരു ഭാഗം പ്രതി വിൽക്കുകയും ബാക്കി പണയം വെക്കുകയും ചെയ്തിരുന്നതായി പോലീസ് കണ്ടെത്തിയിരുന്നു. ജെയിനമ്മയെ കാണാതായ ദിവസങ്ങളിൽ ഇവരുടെ ഫോൺ സെബാസ്റ്റ്യന്റെ വീടിരിക്കുന്ന ടവറിന്റെ പരിധിയിലും ഉണ്ടായിരുന്നു. ജൂലൈ 19-ന് ജെയിനമ്മയുടെ ഫോൺ ഈരാറ്റുപേട്ടയിലെ കടയിൽ റീചാർജ് ചെയ്യുന്നതിന്റെ CCTV ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. സെബാസ്റ്റ്യന്റെ വീടിന് സമീപത്തുനിന്ന് ലഭിച്ച മൃതദേഹാവശിഷ്ടങ്ങളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം വരാനായുള്ള കാത്തിരിപ്പിലാണ് അന്വേഷണ സംഘം. ധർമ്മസ്ഥല കൂട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട പരിശോധന പുരോഗമിക്കുകയാണ്. 7ാമത്തെ പോയിന്റിൽ മണ്ണ് നീക്കിയുള്ള പരിശോധനയാണ് തുടരുന്നത്. പോയിന്റ് 8-ലും ഇന്ന് തന്നെ പരിശോധന നടത്തിയേക്കും. കൂടുതൽ മൃതദേഹങ്ങൾ കുഴിച്ചുമൂടിയെന്ന് പറയുന്നത് പോയിന്റ് 8-ലാണ്. അസ്ഥികൂടം ലഭിച്ച പോയിന്റ് 6-ൽ വീണ്ടും അന്വേഷണ സംഘം പ്രത്യേക പരിശോധന നടത്തും. പോയിന്റ് 6-ൽ നിന്ന് ലഭിച്ച 15 അസ്ഥികളും തലയോട്ടികളും ഫോറൻസിക് പരിശോധന
വിധേയമാക്കുന്നുണ്ട്. മംഗലാപുരം SP ജിതേന്ദ്രയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തെ കൂടാതെ വനം, റവന്യൂ അധികൃതരും സ്ഥലത്തുണ്ട്. ലൈംഗിക പീഡന കേസിൽ JDS നേതാവും മുൻ MP-യുമായ പ്രജ്വൽ രേവണ്ണ കുറ്റക്കാരനെന്ന് ബംഗളൂരുവിലെ പ്രത്യേക കോടതി. ശിക്ഷ നാളെ പ്രഖ്യാപിക്കും. പ്രജ്വലിന്റെ കുടുംബത്തിന്റെ ഹാസനിലുള്ള ഫാം ഹൗസിൽ ജോലിക്കാരിയായ 48-കാരി നൽകിയ കേസിലാണ് വിധി. 2 തവണ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്നും ഇതിന്റെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തിയെന്നുമാണ് കേസ്. വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ 26 തെളിവുകൾ നേരത്തെ കോടതി പരിശോധിച്ചിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടെയാണ് ദൃശ്യങ്ങൾ പെൻഡ്രൈവ് വഴി പ്രചരിച്ചത്. ഹാസൻ ലോക്സഭാ മണ്ഡലത്തിലെ JDS സ്ഥാനാർത്ഥിയായിരുന്നു പ്രജ്വൽ. ദൃശ്യങ്ങൾ പുറത്തായതോടെ വോട്ടെടുപ്പ് നടന്ന ദിവസം രാത്രി പ്രജ്വൽ വിദേശത്തേക്ക് മുങ്ങി. തിരിച്ചു വന്നപ്പോൾ ബംഗളൂരു വിമാനത്താവളത്തിൽ കഴിഞ്ഞ വർഷം മെയ് 31-നാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. തെരഞ്ഞെടുപ്പിൽ പ്രജ്വൽ 42,000-ലേറെ വോട്ടുകൾക്ക് തോറ്റു. 4 പീഡന കേസുകളാണ് പ്രജ്വലിനെതിരെ ഉള്ളത്. ട്രോളിംഗ് നിരോധനം കഴിഞ്ഞുള്ള ആദ്യ ദിനം മത്സ്യബന്ധന മേഖലയ്ക്ക് നിരാശ. ചാകരക്കോളിനായി കടലിലിറങ്ങിയ ബോട്ടുകൾക്ക് പ്രതീക്ഷിച്ച തരത്തിൽ മത്സ്യങ്ങൾ ലഭിച്ചില്ല. ഉൾക്കടലിൽ മത്സ്യങ്ങൾ കുറഞ്ഞെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം പൂർത്തിയാക്കി കഴിഞ്ഞ അർദ്ധരാത്രിയിലാണ് വലിയ ബോട്ടുകൾ പ്രതീക്ഷയോടെ കടലിലേക്ക് ഇറങ്ങിയത്. ഉൾക്കടലിൽ ഏറെ നേരം വലവീശി കാത്തിരുന്നുവെങ്കിലും കിട്ടിയത് കിളിമീനും കരിക്കാടിയും, അതും ചെറിയ അളവിൽ മാത്രം. പ്രതീക്ഷിച്ച പോലെ തുടക്കം നന്നായില്ല. തുടക്കം സാധാരണഗതിയിൽ നമുക്ക് ഇവിടെ കരിക്കാടിയുടെ ഒരു വലിയ ബൾക്ക് ലാൻഡിങ് വരേണ്ടതാണ്. പക്ഷേ ഇപ്രാവശ്യം ഇതുവരെ കരിക്കാടി വളരെ കുറവായിട്ടാണ് കാണുന്നത്. കരിക്കാടി, കഴന്തൻ, അതുപോലെ കിളിമീൻ കാണാനില്ല. കൂടാതെ കണവ ഐറ്റംസൊക്കെ വളരെ കുറവായിട്ടാണ് കാണുന്നത്. പക്ഷേ അത്ര വിഷമിക്കേണ്ട കാര്യം വരത്തില്ലെന്ന് തോന്നുന്നു. കൊല്ലം നീണ്ടകരയിലും ശക്തികുളങ്ങരയിലും ഹാർബറുകളിൽ കാത്തിരുന്നവർക്കും നിരാശ. മൺസൂൺ കഴിഞ്ഞുള്ള കാലാവസ്ഥ അനുകൂലമായതോടെ ചാകരക്കോൾ ഉണ്ടാകുമെന്ന കണക്കുകൂട്ടലിലായിരുന്നു മത്സ്യത്തൊഴിലാളികൾ. പലരും ലക്ഷങ്ങൾ മുടക്കി അറ്റകുറ്റപ്പണികൾ തീർത്താണ് ബോട്ടുകൾ ഇറക്കിയത്. കപ്പൽ അപകടത്തെ തുടർന്ന് കടലിന്റെ അടിത്തട്ടിൽ കണ്ടെയ്നറുകൾ ഇപ്പോഴും ഉണ്ടെന്നും അവ വലകൾക്ക് കേടുപാടുകൾ വരുത്തിയെന്നും മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. ശരിക്കും നമുക്ക് കടലിൽ ഏറ്റവും കൂടുതൽ മത്സ്യം കിട്ടുന്ന ഒരു മേഖലയിലാണ് ഈ കണ്ടെയ്നറുകൾ കൂടുതലും താന്നിരിക്കുന്നത്. വലയ്ക്കും മറ്റുള്ള സാധന സാമഗ്രികൾക്കും ഭയങ്കര നാശനഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. അതൊരു വലിയ അപകടകരമായൊരു അപായ സൂചനയാണ് കാണുന്നത്. പരമ്പരാഗത രീതിയിൽ മത്സ്യബന്ധനം നടത്തുന്ന ചെറിയ വള്ളങ്ങൾക്ക് ലഭിച്ച മത്സ്യങ്ങൾ പോലും ഇത്തവണ വലിയ ബോട്ടുകൾക്ക് ലഭിച്ചില്ല. കഴിഞ്ഞ സീസണിലും ട്രോളിംഗ് നിരോധനം കഴിഞ്ഞുള്ള ആദ്യ ദിവസങ്ങളിൽ മത്സ്യങ്ങളുടെ ലഭ്യത കുറവായിരുന്നു. കേരള തീരത്ത് നിന്ന് മത്സ്യങ്ങൾ അകന്നു പോകുന്നതാണ് മത്സ്യങ്ങൾ കുറയാൻ കാരണമായി മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. എന്നാൽ ട്രോളിംഗ് നിരോധന കാലയളവിലും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ചെറുമത്സ്യങ്ങൾ കൂടുതലായി ലഭിച്ചതും ഉൾക്കടലിൽ മത്സ്യസമ്പത്ത് കുറയാൻ കാരണമായി വിലയിരുത്തപ്പെടുന്നു. അമൃത ന്യൂസ്, കൊല്ലം. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ പുതുക്കിയ ഭക്ഷണ മെനു നടപ്പാക്കി. 1-ാം ക്ലാസ് മുതൽ 8-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പുതുക്കിയ ഉച്ചഭക്ഷണമാണ് ഇന്നു മുതൽ വിളമ്പിയത്. വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്, മുട്ട, വെജിറ്റബിൾ മോളി, പുതിനയില ചമ്മന്തി, സലാഡ്, പപ്പടം, വിഭവസമൃദ്ധമായ ആഹാരമാണ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വെള്ളിയാഴ്ചത്തെ മെനു. ചോറ്, പുളിശ്ശേരി, കൂട്ടുകറി, മല്ലിയില ചമ്മന്തി, പാൽ, കോവയ്ക്കാത്തോരൻ, സാമ്പാർ, കാബേജ് തോരൻ, കടല മസാല, എരിശ്ശേരി, മുതിരത്തോരൻ എന്നിവയാണ് മറ്റു ദിവസങ്ങളിൽ കുട്ടികൾക്ക് വിളമ്പുന്നത്. പുതിയ ഉച്ചഭക്ഷണക്രമത്തിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ മന്ത്രി V. ശിവൻകുട്ടി നിർവഹിച്ചു. ഉച്ചഭക്ഷണം വിളമ്പുന്നതിൽ അധ്യാപകർക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്നത് വെറുതെയാണെന്നും ഇക്കാര്യത്തിൽ അധ്യാപകർ ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. HM ഉണ്ട്, അവർക്കൊരു ബുദ്ധിമുട്ടുമില്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി വളരെ മാതൃകാപരമായി അവർ ചെയ്തിരിക്കുകയാണ്. പിന്നെ ഞാനിപ്പോഴാണ്, കാരണം നേരത്തെ പറഞ്ഞ് ഒരു തയ്യാറെടുപ്പ് വേണ്ടല്ലോ എന്ന് പറഞ്ഞ് ഒരു 5 മിനിറ്റ് മുമ്പെയാണ് അവർ നിങ്ങളുടെ പറഞ്ഞ അതേ സമയത്താണ് അദ്ദേഹത്തിൻ്റെയും പറഞ്ഞത്. എല്ലാം വളരെ തയ്യാറെടുപ്പാണ്. ചില കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ ഒരു പൈസ ബുദ്ധിമുട്ടെന്നൊക്കെ പറയുന്നതിലൊന്നും ഒരു കാര്യവുമില്ല. ഇതൊരു ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ ഉച്ചഭക്ഷണത്തിൻ്റെ പുതിയ മെനു. കുട്ടികളിൽ ശരിയായ പോഷണത്തിന്റെ കുറവ് മൂലം 39% വിളർച്ചയും 38% അമിതവണ്ണവും കാണുന്നുവെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് പുതിയ വിഭവങ്ങൾ സർക്കാർ നിർദ്ദേശിച്ചത്. പുതിയ ഭക്ഷണക്രമത്തിൽ വിദ്യാർത്ഥികളും സന്തുഷ്ടരാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പരിശോധന നടത്താതെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയതിന്റെ പേരിൽ പൂട്ടുവീണ ആലപ്പുഴ എടത്വ കോയിൽമുക്ക് ഗവൺമെന്റ് LP സ്കൂൾ പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. മാധ്യമങ്ങളുടെ ശക്തമായ ഇടപെടലിനെ തുടർന്ന് അധികൃതർ പുതിയ കെട്ടിടത്തിന് താൽക്കാലിക ഫിറ്റ്നസ് നൽകുകയായിരുന്നു. ഇതോടെ 30ഓളം കുട്ടികളുടെ പഠനാന്തരീക്ഷമാണ് പൂർവ്വസ്ഥിതിയിലായത്.
കോയിൽമുക്ക് ഗവൺമെന്റ് LP സ്കൂളിൽ രക്ഷിതാക്കളുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്നാണ് സ്കൂളിന് പൂട്ടുവീണത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:15 എടത്വ ഗ്രാമപഞ്ചായത്ത് AE, വാർഡ് മെമ്പർ എന്നിവർ സ്ഥലത്തെത്തി സ്കൂളിന്റെ ഫിറ്റ്നസ് റദ്ദാക്കുകയായിരുന്നു. ഇതോടെ 30ഓളം കുട്ടികളും 6 അധ്യാപകരും പെരുവഴിയിലായി. എന്നാൽ സ്കൂളിന് പൂട്ടുവീണത് വാർത്തയായതോടെ ഫിറ്റ്നസ് നഷ്ടപ്പെട്ട പഴയ കെട്ടിടത്തിൽ നിന്ന് സ്കൂളിന്റെ പ്രവർത്തനം പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുവാൻ അധികൃതർ നിർബന്ധിതരായി. ഇതോടെ അനിശ്ചിതത്വത്തിലായ പഠനം സാധാരണ നിലയിലേക്ക് മടങ്ങി. മാധ്യമങ്ങളുടെ ശക്തമായ ഇടപെടലിനെ തുടർന്ന് ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ, വകുപ്പ് തല ഉദ്യോഗസ്ഥർ, എടത്വ പോലീസ്, പൊതുപ്രവർത്തകർ എന്നിവരുടെ സംയുക്ത ചർച്ചയിലാണ് പുതിയ കെട്ടിടത്തിന് താൽക്കാലിക ഫിറ്റ്നസ് നൽകിയത്. പുതിയ കെട്ടിടത്തിലെ കൈവരിയുടെ പ്രശ്നത്തിൽ താൽക്കാലികമായി ഇടപെടുമെന്ന് പഞ്ചായത്തും ഉറപ്പു നൽകിയിട്ടുണ്ട്. കൈവരിയുടെ സ്ഥിരം സംവിധാനത്തിന് പൊതുമരാമത്ത് വകുപ്പ് നിർമ്മാണം ഏറ്റെടുക്കും. അമൃത ന്യൂസ്, ആലപ്പുഴ. കാസർഗോഡ് വീരമലക്കുന്ന് സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധവുമായി നാടൊന്നടങ്കം കുന്നിന് താഴെ അണിനിരന്നു. ദേശീയപാതാ നിർമ്മാണത്തെ തുടർന്നുണ്ടാകുന്ന മണ്ണിടിച്ചിലിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ മനുഷ്യമതിൽ തീർത്ത് സംരക്ഷണ പ്രതിജ്ഞയെടുത്തു. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി കരാർ കമ്പനി അശാസ്ത്രീയമായ രീതിയിൽ കുന്നിടിച്ച് മണ്ണ് കടത്തിയ ചെറുവത്തൂർ വീരമലക്കുന്നിന്റെ വലിയൊരു ഭാഗം ഇടിഞ്ഞു വീണത് മുതൽ മയിച്ച വയൽക്കര പ്രദേശവാസികൾ ഏറെ ഭീതിയോടെയാണ് കഴിയുന്നത്. ഷിരൂരിന് സമാനമായ രീതിയിലായിരുന്നു വീരമല കുന്നിടിഞ്ഞത്. സംഭവ സമയം ഇതുവഴി കടന്നുപോയ വാഹനയാത്രക്കാർ മണ്ണിനടിയിൽപ്പെടാതെ രക്ഷപ്പെട്ടത് തലനാരിഴ വ്യത്യാസത്തിൽ. ഇതെല്ലാം നാടിനെ ഞെട്ടിച്ചിട്ടും കുന്നിടിച്ചിലിന് ശാശ്വത പരിഹാരം കാണാൻ നടപടികളില്ലാത്ത സാഹചര്യത്തിലാണ് മനുഷ്യമതിൽ തീർത്തുകൊണ്ട് ജനകീയ പ്രതിഷേധമുയർന്നത്. നൂറുകണക്കിന് സ്ത്രീകളടക്കം വീരമലയുടെ താഴ്വാരത്തായി അണിനിരന്ന് പ്രതിഷേധ മതിലിന്റെ ഭാഗമായി. വികസനത്തിന് നമ്മൾ ആരും എതിരല്ല, പക്ഷേ ജനങ്ങൾക്കും അതുപോലെ തന്നെ അവരുടെ ജീവനും സ്വത്തിനും ഭീഷണിയാവുന്ന തരത്തിൽ വികസനങ്ങൾ നടത്തുമ്പോൾ അതിനെത്രത്തോളം ഗൗരവത്തോടുകൂടി കാണേണ്ടതാണെന്നും അവരെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കൊക്കെ ഉണ്ട്. ദേശീയപാതയിൽ ചെറുവത്തൂർ മയിച്ച പ്രദേശത്ത് സർവീസ് റോഡും ബസ് സ്റ്റോപ്പും നിർമ്മിക്കുക, വീരമലക്കുന്നിന് മുകളിൽ പതിറ്റാണ്ടുകളായി ഉപയോഗിച്ചു വരുന്ന ശ്മശാനത്തിലേക്കുള്ള റോഡ് പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും മുന്നോട്ട് വെച്ചു. മയിച്ച വികസന സമിതി നേതൃത്വത്തിൽ നടത്തിയ വീരമല സംരക്ഷണ സമരത്തിന് പിന്തുണ അറിയിച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ഭരണസമിതി അംഗങ്ങളും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും മനുഷ്യമതിലിന്റെ ഭാഗമായി. അമൃത ന്യൂസ്, കാസർഗോഡ്. CPI കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ CPM-നെതിരെ രൂക്ഷ വിമർശനം. CPI മന്ത്രിമാർക്ക് CPM മന്ത്രിമാർ ഒരു പിന്തുണയും നൽകുന്നില്ല. സിവിൽ സപ്ലൈസ് വകുപ്പിനെ ഞെരുക്കാൻ ധനവകുപ്പ് കൂട്ടുനിൽക്കുന്നുവെന്നും രാഷ്ട്രീയ റിപ്പോർട്ട്. മുകേഷിനെ സ്ഥാനാർത്ഥിയാക്കിയതിലും വിമർശനമുണ്ട്. അതേസമയം SFI കലാലയങ്ങളിൽ ജനാധിപത്യ ധ്വംസനം നടത്തുന്നതായും റിപ്പോർട്ട് പറയുന്നു. കൊല്ലത്ത് നടക്കുന്ന CPI ജില്ലാ സമ്മേളനത്തിൽ അവതരിപ്പിച്ച രാഷ്ട്രീയ റിപ്പോർട്ടിലാണ് സംസ്ഥാന സർക്കാരിനും ധനവകുപ്പിനുമെതിരെ രൂക്ഷ വിമർശനമുള്ളത്. സിവിൽ സപ്ലൈസ് വകുപ്പിനെ ഞെരുക്കാൻ ധനവകുപ്പ് കൂട്ടുനിൽക്കുന്നു, ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ തുക അനുവദിക്കുന്നില്ല തുടങ്ങിയ വിമർശനങ്ങളാണ് റിപ്പോർട്ടിലുള്ളത്. അതേസമയം മുകേഷിനെ ലോക്സഭാ സ്ഥാനാർത്ഥിയാക്കിയത് തെറ്റായ തീരുമാനമാണെന്നും വിമർശനമുണ്ട്. CPM സ്ഥാനാർത്ഥിയെ ആ പാർട്ടിക്ക് പോലും സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. സ്ഥാനാർത്ഥി നിർണയത്തിൽ CPM രാഷ്ട്രീയ അപക്വത കാണിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. ഒപ്പം SFIക്കെതിരെയും രൂക്ഷ വിമർശനമാണുള്ളത്. LDF തുടർഭരണം ആഗ്രഹിക്കാത്ത നിലയിൽ SFI കലാലയങ്ങൾ കേന്ദ്രീകരിച്ച് ജനാധിപത്യ ധ്വംസനം നടത്തുന്നു. ഇടത് രാഷ്ട്രീയത്തിന് ചേരാത്ത നിലയിലാണ് SFIയുടെ പ്രവർത്തനമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മറ്റ് വിദ്യാർത്ഥി സംഘടനകളുടെ പ്രവർത്തന സ്വാതന്ത്ര്യം നിഷേധിക്കുന്നതായും വിമർശനമുണ്ട്. അമൃത ന്യൂസ്, കൊല്ലം. കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത പശ്ചാത്തലത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ പ്രസിഡന്റ് മാർ ആൻഡ്രൂസ് താഴത്തുമായി തൃശൂരിൽ കൂടിക്കാഴ്ച നടത്തി. അറസ്റ്റിൽ വേദനയും അമർഷവുമുണ്ടെന്നും എത്രയും വേഗം കന്യാസ്ത്രീകളുടെ മോചനം സാധ്യമാക്കണമെന്നും മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. കന്യാസ്ത്രീകളെ മോചിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ടെന്ന് രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ഭരണഘടനയ്ക്കും മതസ്വാതന്ത്ര്യത്തിനും എതിരാണെന്ന് മാർ ആൻഡ്രൂസ് താഴത്ത ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. ക്രൈസ്തവർക്കെതിരെ വിവേചനമുണ്ട്. കന്യാസ്ത്രീകളെ എത്രയും വേഗം ജയിൽ മോചിതരാക്കണം. ന്യൂനപക്ഷങ്ങൾക്ക് നീതിയും സുരക്ഷിതത്വവും ലഭിക്കണം. രാജീവ് ചന്ദ്രശേഖറിന്റെ സന്ദർശനത്തിൽ സന്തോഷമുണ്ടെന്നും സഭയ്ക്ക് രാഷ്ട്രീയമില്ലെന്നും മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. ഇന്ന് രാജീവ് ചന്ദ്രശേഖർ കാണാനായിട്ട് വന്നപ്പോൾ വലിയ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് പ്രൈം മിനിസ്റ്ററും ഹോം മിനിസ്റ്ററും പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ ഈ നടന്ന കാര്യങ്ങൾ ബ്രീഫ് ചെയ്യാനാണ് വന്നത്. ഞങ്ങൾക്ക് ഇന്ത്യയിൽ പൗരന്മാരെന്ന നിലയിൽ ജീവിക്കാനും സ്വാതന്ത്ര്യം കിട്ടണം. ഓരോ രാജ്യത്തെയും ഓരോ സംസ്ഥാന നിയമങ്ങൾ പാലിക്കണം തന്നെയാണ് ഞങ്ങൾ പറയുന്നത്.
പ്രശ്നം പരിഹരിക്കാൻ ഇടപെടൽ നടക്കുകയാണെന്ന് രാജീവ് ചന്ദ്രശേഖർ ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രധാനമന്ത്രിയുമായി ഇക്കാര്യം സംസാരിച്ചു. ജാമ്യം കിട്ടുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പു നൽകി. ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇതിൽ രാഷ്ട്രീയം കാണരുത്. ജനങ്ങളെ സഹായിക്കാൻ രാഷ്ട്രീയമോ മതമോ BJP നോക്കാറില്ല. ഛത്തീസ്ഗഡ് സർക്കാർ ജാമ്യത്തെ എതിർക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. വേഗത്തിൽ മോചനം സാധ്യമാകുമെന്നാണ് പ്രതീക്ഷ. ആരും രാഷ്ട്രീയ നാടകം കളിക്കരുതെന്നും രാജീവ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തു. എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. പിതാവിനെ ഞാൻ ഇപ്പോൾ വന്നത് ബ്രീഫ് ചെയ്യാനാണ്. പ്രൈം മിനിസ്റ്റർ പറഞ്ഞ ഉറപ്പും ഹോം മിനിസ്റ്റർ തന്ന ഉറപ്പിനെ കുറിച്ച് ബ്രീഫ് ചെയ്തു. ഇനി അത് അവർ വരുന്നവരെ ഞങ്ങൾ അവിടെ അവരുടെ ഒപ്പം കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇതിനെ പൊളിറ്റിസൈസ് ചെയ്യാൻ പാടില്ല. ഞങ്ങൾ ഇത് രാഷ്ട്രീയമായിട്ട് കാണുന്നില്ല. ജനങ്ങൾ സഹായിക്കണമെന്ന് പറഞ്ഞാൽ പാർട്ടി ഇറങ്ങും, സഹായിക്കും. അത് മതം നോക്കിയിട്ടോ വോട്ട് നോക്കിയിട്ടോ രാഷ്ട്രീയം നോക്കിയിട്ടല്ല ഞങ്ങൾ അത് ചെയ്യുന്നത്. ഇതിനെ രാഷ്ട്രീയ നാടകമായിട്ട് മാറ്റരുത്. കന്യാസ്ത്രീകളുടെ ജാമ്യം നിഷേധിച്ചത് BJP സംസ്ഥാന നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കിയിരുന്നു. സഭയുടെ ഭാഗത്തു നിന്നും അമർഷം ഉയർന്നതോടെയാണ് അനുനയ നീക്കത്തിന് BJP മുതിർന്നത്. അമൃത ന്യൂസ്, തൃശൂർ. 70-ലധികം രാജ്യങ്ങൾക്ക് അമേരിക്ക ചുമത്തിയ പുതിയ തീരുവ പ്രാബല്യത്തിൽ വന്നു. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 25% തീരുവയും അധിക പിഴയുമാണ് ചുമത്തിയിരിക്കുന്നത്. കാനഡയുടെ തീരുവ 35% ഉയർത്തിയിട്ടുണ്ട്. ട്രംപിന്റെ കടുത്ത നിലപാട് തുടരുക തന്നെയാണ്. വിവിധ രാജ്യങ്ങൾക്ക് പ്രഖ്യാപിച്ച താരിഫ് പ്രാബല്യത്തിൽ വന്നു. 10% മുതൽ 41% വരെയാണ് താരിഫ് ചുമത്തിയിരിക്കുന്നത്. കാനഡയുടെ തീരുവ 25%-ൽ നിന്ന് 35% ഉയർത്തി. സിറിയയ്ക്ക് 41% തീരുവ. ലാവോസ്, മ്യാൻമാർ എന്നീ രാജ്യങ്ങൾക്ക് 40%, സ്വിറ്റ്സർലൻഡിന് 39%, ഇറാഖ്, സെർബിയ രാജ്യങ്ങൾക്ക് 35% തീരുവയുമാണ് അമേരിക്ക ചുമത്തിയിരിക്കുന്നത്. തീരുവ സംബന്ധിച്ച് ഇന്ത്യയും അമേരിക്കയും പലവട്ടം ചർച്ച നടത്തിയെങ്കിലും ഒന്നും ഫലം കണ്ടില്ല. ട്രംപ് പ്രഖ്യാപിച്ച 25% തീരുവയും അധിക പിഴയും ഇനി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഈടാക്കും. റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ തുടർച്ചയായുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതിയാണ് ട്രംപിനെ പ്രകോപിപ്പിച്ച പ്രധാന ഘടകം. റഷ്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നതിനെയും ട്രംപ് വിമർശിച്ചിരുന്നു. പുതിയ തീരുവ നിലവിൽ വരുന്നതോടെ ഇന്ത്യൻ കയറ്റുമതി മേഖല വൻ സമ്മർദ്ദത്തിലാവും. മരുന്ന്, വാഹനഭാഗങ്ങൾ, രത്നങ്ങൾ, ഇലക്ട്രിക്കൽ സാധനങ്ങൾ, ഭക്ഷ്യോൽപ്പന്നങ്ങൾ എന്നിവയാണ് അമേരിക്കയിലേക്കുള്ള പ്രധാന കയറ്റുമതി ഉൽപ്പന്നങ്ങൾ. കൂടാതെ സമുദ്രോൽപ്പന്നങ്ങൾ, വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ എന്നിവയ്ക്കും അമേരിക്കയുടെ തീരുവ നയം തിരിച്ചടിയാകും. ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ 10% കയറ്റുമതിയെ ഇത് ബാധിക്കുമെന്നാണ് ഏകദേശ കണക്ക്. കാർഷികോൽപ്പന്നങ്ങൾ, കൊക്കോ, സുഗന്ധദ്രവ്യങ്ങൾ, സമുദ്രോൽപ്പന്നങ്ങൾ, ടെക്സ്റ്റൈൽ, ആഭരണങ്ങൾ, ഓട്ടോമൊബൈൽ, പാലുൽപ്പന്നങ്ങൾ തുടങ്ങിയവയുടെ കയറ്റുമതി മേഖലകൾക്കാണ് കാര്യമായ പ്രഹരമുണ്ടാകുക. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.